ഇറാഖിലെ നീണ്ട 23 വർഷത്തെ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. ഈ സെപ്റ്റംബർ അവസാനത്തോടെ അമേരിക്കൻ സൈന്യം പൂർണ്ണമായും മേഖലയിൽ നിന്ന് പിന്മാറുമെന്ന് അമേരിക്കൻ ഇറാഖ് ഉദ്യോഗസ്ഥർ സംയുക്തമായാണ് അറിയിച്ചത്. സദാം ഹുസൈനെ പുറത്താക്കാനായി 2003 ആരംഭിച്ച അധിനിവേശത്തിലൂടെയാണ് US സൈന്യം ഇറാഖിലെത്തിയത്. ഇത് പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്കെതിരെയുള്ള പോരാട്ടമായി മാറുകയായിരുന്നു. ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സെയ്ദിയോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇറാഖിൽ ഇനിയൊരു സൈനിക സാന്നിധ്യത്തിന്റെ ആവശ്യമുണ്ടെന്ന് വാഷിംഗ്ടൺ കരുതുന്നില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സെപ്റ്റംബർ 30 എല്ലാ അമേരിക്കൻ സൈനികരും രാജ്യം വിടുമെന്നും എന്നാൽ അമേരിക്കൻ കമ്പനികൾ ഇറാഖിൽ തുടർന്ന് പ്രവർത്തിക്കുമെന്നും അലി അൽ സെയ്ദി സ്ഥിരീകരിച്ചു. അമേരിക്കൻ എണ്ണ കമ്പനികളുമായി ഇറാഖിന് വളർന്നുവരുന്ന സാമ്പത്തിക ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾക്കിനി അവിടെ സൈന്യത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. അവിടെ സൈന്യത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ അവരെ സഹായിക്കാനും ആവശ്യമെങ്കിൽ സംരക്ഷിക്കാനുമാണ് അവിടെയുള്ളത്. എന്നാൽ ഇനി അത് ഉണ്ടാകില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഈ പ്രഖ്യാപനത്തെ പിന്തുണച്ചുകൊണ്ട് അലി അൽ സെയ്ദി പറഞ്ഞത് സെപ്റ്റംബർ 30 US സൈന്യം ഇറാഖിൽ നിന്ന് പുറത്താകും. എന്നാൽ US കമ്പനികൾ ഇറാഖിനുള്ളിൽ ഉണ്ടാകുമെന്നാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെയുള്ള US നേതൃത്വത്തിലുള്ള ദൗത്യം അവസാനിപ്പിക്കുന്നതിനായി 2024 ഇറാഖുമായി ഉണ്ടാക്കിയ കരാർ വീണ്ടും ഉറപ്പിക്കുന്നതാണ് ഈ പിന്മാറ്റമെന്ന് പെന്റഗൺ പിന്നീട് വ്യക്തമാക്കി. ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് ഈ കരാർ ഒപ്പിടുമ്പോൾ ഇറാഖിൽ നിലയുറപ്പിച്ചിരുന്ന നിരവധി അമേരിക്കൻ സൈനികർ ഇതിനകം തന്നെ അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇസ്ലാമിക് സ്റ്റേറ്റിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം അമേരിക്കൻ സൈന്യം പരിശീലിപ്പിച്ച ഇറാഖ് സുരക്ഷാ സേനയ്ക്ക് ഘട്ടങ്ങളായി കൈമാറുകയായിരുന്നു. ഈ മാറ്റത്തിന്റെ ഭാഗമായി US സേന തങ്ങളുടെ സാന്നിധ്യം ക്രമേണ കുറയ്ക്കുകയും നിരവധി സൈനിക താവളങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് മറ്റു കേന്ദ്രങ്ങളിലേക്ക് പ്രവർത്തനം മാറ്റുകയും ചെയ്തു. സദാം ഹുസൈന്റെ പക്കൽ വിനാശകാരികളായ ആയുധങ്ങളുണ്ടെന്ന വാദത്തോടെയാണ് 2003 മാർച്ചിൽ അമേരിക്ക ഇറാഖ് ആക്രമിച്ചത്. എന്നാൽ ഈ ആരോപണങ്ങൾ ഒരിക്കലും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നത് മറ്റൊരു വാസ്തവം. തർക്കങ്ങൾ അതിന്റെ കൊടുമുടിയിലെത്തിച്ച 2007 1,70,000-ലധികം അമേരിക്കൻ സൈനികരെയാണ് ഇറാഖിൽ വിന്യസിച്ചിരുന്നത്. തുടർന്ന് ഒബാമ ഭരണകൂടത്തിന്റെ കാലത്തൊപ്പിട്ട കരാർ പ്രകാരം 2011 ഭൂരിഭാഗം യുദ്ധസേനയും അവിടെ നിന്ന് പിന്മാറി. സുരക്ഷാ സഹകരണത്തിനും എംബസി സംരക്ഷണത്തിനുമായി ഒരു ചെറിയ വിഭാഗം മാത്രമാണ് പിന്നീട് അവിടെ അവശേഷിച്ചത്. എന്നാൽ ഇറാഖിലെയും സിറിയയിലെയും വലിയൊരു പങ്ക് പ്രദേശങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് പിടിച്ചടക്കിയതിനെ തുടർന്ന് ബാഗ്ദാദിന്റെ ക്ഷണപ്രകാരം 2014 US സൈന്യം വീണ്ടും ഇറാഖിലേക്ക് മടങ്ങിയെത്തി. തീവ്രവാദ സംഘടനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇറാഖ് സൈന്യത്തെ പരിശീലിപ്പിക്കുകയും സഹായിക്കുകയുമായിരുന്നു അവരുടെ പ്രധാന ദൗത്യം. 2021 ഇസ്ലാമിക് സ്റ്റേറ്റിന് അവരുടെ പ്രധാന പ്രദേശങ്ങൾ നഷ്ടമായെങ്കിലും പരിശീലനത്തിനും സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി ഏകദേശം 2500 US സൈനികർ 2024 പിന്മാറ്റ കരാർ വരെ ഇറാഖിൽ തുടർന്നു. അതിനുശേഷം സൈനികരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുകയും ഒരു ചെറിയ ഉപദേശക സംഘം മാത്രം അവശേഷിക്കുകയും ചെയ്തു. സെപ്റ്റംബറിലെ ഈ പിന്മാറ്റത്തോടെ 2024 കരാർ പ്രകാരമുള്ള ഇറാഖിലെ അമേരിക്കൻ സൈനിക ദൗത്യം ഔദ്യോഗികമായി അവസാനിക്കും. 2003 അധിനിവേശത്തോടെ ആരംഭിച്ച് പിന്നീട് പരിശീലനത്തിലേക്കും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും മാറിയ ഒരു സുപ്രധാന അധ്യായത്തിനാണ് ഇതോടെ അവിടെ അന്ത്യമാകുന്നത്. ഇറാനുമായുള്ള സംഘർഷ സമയത്ത് അമേരിക്ക ഇറാഖിനെ ഉപയോഗപ്പെടുത്താൻ നോക്കിയിട്ടുമുണ്ട്. ഇറാൻ നേരിട്ട് അമേരിക്കയോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഇറാഖ്, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ തങ്ങളുടെ സായുധ ഗ്രൂപ്പുകളെയാണ് അമേരിക്കയ്ക്കെതിരെ ഉപയോഗിച്ചിരുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ഈ ഗ്രൂപ്പുകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സപ്പെടുത്തുകയും ഇറാഖിലെ അവരുടെ താവളങ്ങൾ തകർക്കുകയുമാണ് ട്രംപിന്റെ നയം. ചുരുക്കത്തിൽ ഇറാന്റെ പ്രാദേശിക മേധാവിത്വം തകർക്കാനും അവരുടെ ആണവ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാനുമായി ഇറാഖിനെ ഒരു പ്രധാന യുദ്ധവേദിയായും തന്ത്രപ്രധാന കേന്ദ്രവുമായാണ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ചിരുന്നത്. ഇതിനിടയിലാണ് സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കുന്ന വാർത്തയും വരുന്നത്. അതിനാൽ പശ്ചിമേഷ്യയിൽ എന്താണ് ട്രംപിന്റെ പ്ലാൻ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.